നാട്ടിക എം.എൽ.എ. ഗീതാ ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് പെരിങ്ങോട്ടുകര മൂന്നുംകുടി സെന്ററിൽ പോലീസ് ഔട്ട് പോസ്റ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി.എസ്. സുനിൽകുമാർ നിർവഹിച്ചു. രണ്ട് ടൈമുകളിൽ നമ്മുടെ ഈ മണ്ഡലത്തെ പ്രദാനം ചെയ്ത ഒരു എം.എൽ.എ. എന്ന നിലയിൽ ഗീതയെപ്പറ്റി ഗീതയുടെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയത്തോടു കൂടി ഗീത വീണ്ടും ഇവിടെ എം.എൽ.എ. ആയി തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനതിന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഗീതയുടെ 5 വർഷക്കാലത്തെ ഈ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഓഫീസ് നമ്മളിവിടെ കണ്ടെത്തി. മൂന്നുംകുടി സെൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു ഓഫീസ് നമുക്കിന്ന് ലഭ്യമായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ ഓഫീസിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതായി ഞാനിവിടെ അറിയിക്കുകയാണ്. എം.എൽ.എ. ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെ ഓഫീസായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവരോ ചെയ്യാത്തവരോ ഒന്നും ഇവിടെ വേർതിരിവില്ലാതെ എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും അവിടെ ഏതാവശ്യത്തിനും ഏത് സമയത്തും കടന്നു വരാനുള്ള തുറന്നിട്ട വാതിലായിരിക്കും ഈ ഓഫീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ദിനകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി PV സദാനന്ദൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗികൾക്കായി നൽകുന്ന വാക്കർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൈമാറി. CPI ഊരകം ലോക്കൽ സെക്രട്ടറി വാക്കർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, അവണങ്ങാട്ടിൽ കളരി AU രഘുരാമൻ പണിക്കർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നടത്താൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയെ നിങ്ങൾ നെഞ്ചിലേറ്റിയ എന്നെ അന്ന് ചെയ്തു വെച്ച നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ഈ നാടിന്റെ പൊതു സാമൂഹ്യ വികസനത്തിൽ ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ ക്യാമ്പ് ഓഫീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പോകണം.